നാം നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ലോകം എല്ലാം കൊണ്ടും സമൃദ്ധിയുടെയും പരിഷ്കാരങ്ങളുടെയും ലൗകിക ഭൗതിക നന്മകളുടെയും ഉച്ചകോടിയിൽ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയല്ലേ നാം കാണുന്നത്. പണ്ടത്തെക്കാളൊക്കെ എത്രയോ പുരോഗമനമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെയൊക്കെ നാം കാണുന്ന ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അവരുടെ ഇടയിൽ, എന്നാൽ അങ്ങനെയുള്ള ജനങ്ങളുടെ ഇടയിൽ പരിഷ്കാരം വർദ്ധിച്ചു, വിദ്യാഭ്യാസം വർദ്ധിച്ചു, പണം വർദ്ധിച്ചു, സമൃദ്ധിയല്ലാതെ വേറെ ഒന്നുമില്ല. എന്നാൽ അവരുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളും അധർമ്മങ്ങളും അനീതികളും ലംഘനങ്ങളും മൂലം യാതൊരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമല്ലേ കാണുന്നത്. പണ്ടൊക്കെ ഇത്രയൊന്നും ഇല്ലായിരുന്ന കാലത്ത് അനുഭവിച്ച സമാധാനം ഇന്ന് നാം കാണുന്നില്ല. എന്തുകൊണ്ടാണ് യാതൊരു സമാധാനമില്ലാതെ ജനങ്ങൾ ആയിത്തീർന്നിരിക്കുന്നത്? കാരണം പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ, മാരക രോഗങ്ങൾ, പുതിയ പുതിയ രോഗങ്ങൾ, മരുന്നുകൾ, ആസ്പത്രികൾ, ഇങ്ങനെ പണ്ടെങ്ങും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത സംഭവങ്ങളാൽ ലോകം സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഈ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കി പാർത്തും കൊണ്ട് മനുഷ്യൻ നിർജീവന്മാരായിരിക്കുന്ന കഴിയുന്ന കാഴ്ചകളാണ് നാം ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ നടുവിൽ സമാധാനത്തോടും സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ ജീവിക്കുന്ന ഒരു ചെറിയ കൂട്ടം, അവരെല്ലാവരും യഥാർത്ഥ യഥാർത്ഥമായ ദൈവമക്കൾ എപ്പോഴും സമാധാനമുള്ളവരാണ്. അവരോടൊത്ത് നമുക്ക് നമ്മെ വീണ്ടെടുത്ത രക്ഷിതാവിനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ഓർക്കുവാനും നന്ദിറഞ്ഞ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് അവൻ്റെ തിരുസന്നിധിയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ലഭിച്ച ഈ മനോഹരമായ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. നാം കൂടി വരുമ്പോൾ അനേകർ നമ്മുടെ ചുറ്റും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ലയിച്ച് ഈ പാപങ്ങൾ ചെയ്ത് അതിക്രമങ്ങളിൽ ലയിച്ച് കഴിയുമ്പോൾ ദൈവമക്കളാകുന്ന നമുക്ക് അല്പനേരം വേറിട്ടിരുന്നു കൊണ്ട് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ഓർക്കുവാൻ, ആരാധിപ്പാൻ, യാഗങ്ങൾ അർപ്പിപ്പാൻ, ദൈവം സന്തോഷിക്കുന്ന യാഗം അർപ്പിപ്പാനായിട്ട് നമുക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആരാധന എന്നത് ദൈവത്തിന് അർപ്പിക്കുന്ന യാഗമാകുന്നു. ദൈവത്തിന് കൊടുക്കുക. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ദൈവത്തിന് കൊടുപ്പിൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് കൊടുക്കാൻ ദൈവത്തിന് എന്താണ് വേണ്ടത്? ദൈവത്തിന് നമ്മൾ വല്ലതും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം നമുക്കല്ലേ തരുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്ന എന്താണ്? വരുവിൻ, ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് എന്താണ് കൊടുക്കേണ്ടത്? ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം നമ്മിൽ നിന്ന് നമ്മുടെ സമ്പത്ത് ദൈവത്തിന് വേണമോ? ഈ കാണുന്ന ഈ ലോകമെല്ലാം ദൈവത്തിൻ്റെ വകയാണ്. നമ്മുടെ എന്ന് പറയാൻ ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു. ദൈവം നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന താൽക്കാലികമായ ഒരു നന്മ മാത്രമാകുന്നു. പ്രിയമുള്ളവരെ, അവരുടെ നന്മ ഓർത്തുകൊണ്ട് അവൻ സകലവും അവൻ്റെ വകയാകുന്നു. അതുകൊണ്ടാണ് സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ, ആർപ്പിടുവിൻ, അവൻ്റെ ദയയെ ഓർക്കുവിൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവന് കൊടുക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവന് കൊടുക്കാനായിട്ട് അവൻ എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ, അത് മാത്രമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാം ദൈവത്തിന് കൊടുക്കാനായിട്ട് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഒരുക്കപ്പെട്ട സുഗന്ധവർദ്ധകമായ സ്തുതി സ്തോത്രങ്ങളാണ് നാം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന നന്ദിയുടെ വാക്കുകൾ, നാം നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങളാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ഓർക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് അവൻ്റെ തിരുസന്നിധിയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനാണ് നാം ഈ അവസരത്തിൽ കൂടി വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നാം ദൈവത്തിന് യാഗം അർപ്പിക്കുവാൻ വന്നിരിക്കുന്ന ഈ സമയത്ത്
ദൈവത്തിന് കൊടുക്കുവാനായിട്ട് ലേവ്യയാഗങ്ങൾ അർപ്പിക്കുന്ന നിയമങ്ങളെ ഓർക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ലേവ്യ പുസ്തകത്തിൽ ഏത് യാഗങ്ങൾ അർപ്പിക്കുമ്പോഴും നാം പാലിക്കേണ്ട ചില നിയമങ്ങൾ, ലേവ്യയാഗങ്ങൾ അത് അവിടെ ദൈവം തന്റെ ജനത്തിന് മോശെ മുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ട്. ലേവ്യയാഗങ്ങൾ പ്രധാനമായി അഞ്ചോ ആറോ യാഗങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവയൊന്നും നാം വിവരിക്കുന്നില്ല. എന്നാൽ ദൈവം നൽകിയ ചില നിയമങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കുമല്ലോ. ലേവ്യ പുസ്തകം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്കത് കാണാവുന്നതാണ്. യാഗം അർപ്പിക്കുന്നത് ആദ്യം പുരോഹിതന്മാരാകുന്നു. പുരോഹിതന്മാർക്ക് മാത്രമേ യാഗങ്ങൾ അർപ്പിക്കുവാനുള്ള അധികാരമുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും യാഗങ്ങൾ അർപ്പിക്കുവാൻ ദൈവം ലേവ്യ പുരോഹിതന്മാരെ നിയമിച്ചിട്ടുണ്ട്. ഏത് യാഗവും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ യാഗമായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അതായത് ദൈവം പ്രസാദിക്കുന്ന യാഗമായിരിക്കണം. അർപ്പിക്കുന്ന മൃഗങ്ങളായാലും പക്ഷികളായാലും മറ്റേത് വസ്തുക്കളായാലും ഊനമില്ലാത്തതായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. യാഗങ്ങൾ അർപ്പിക്കുന്നതിന് യാഗപീഠവും അതിലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീയും ഉണ്ടായിരിക്കണം. എപ്പോഴും യാഗപീഠത്തിലെ തീ ഒരിക്കലും കെട്ടുപോകരുതെന്ന് ദൈവത്തിന് നിയമമുണ്ട്. എല്ലാ യാഗങ്ങളും അതിൻ്റെ നിയമപ്രകാരം മാത്രമേ ആകാവൂ. പാപപരിഹാരാർത്ഥമാണ് മിക്ക യാഗങ്ങളും അർപ്പിക്കേണ്ടത്. യാഗാർപ്പണത്തിൽ ദൈവകൽപ്പനയ്ക്ക് വിരോധമായി അർപ്പിക്കുന്ന യാതൊരു യാഗവും ദൈവത്തിന് സുഗ്രാഹ്യമായ സൗരഭ്യവാസനയായ യാഗമാകയില്ല. ഇത്രയും വിവരിച്ചതിൽ നിന്ന് നമ്മുടെ പാപപരിഹാരാർത്ഥം സ്വയയാഗമായി അർപ്പിക്കപ്പെട്ട ഏക യാഗം, അതാണ് നമുക്ക് മാതൃകയായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതെന്താണ്? ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഊനമില്ലാത്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാകുന്നു എന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു തുളുമ്പുന്നില്ലേ? അതിനാധാരമായി ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5:21. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നാം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി പാപമറിയാത്ത ഇവനിൽ ഒരു ഊനവും ഇല്ല എന്ന് പീലാത്തോസ് 3 പ്രാവശ്യം വിധി എഴുതപ്പെട്ട ഹെരോദാവാകട്ടെ മഹാപുരോഹിതന്മാരാകട്ടെ ആർക്കും അവനെ പരിശോധിച്ചിട്ട് അവരുടെ മുമ്പാകെ നിർത്തിയിട്ട് അവർ പരിശോധിച്ചിട്ട് ഒരു കുറ്റവും കണ്ടുപിടിക്കാത്ത ആ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായവനായ ദൈവത്തിനെ പിതാവ് പാപമാക്കി നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ ചുമത്തി തിരുവെഴുത്തിൻ പ്രകാരം കാൽവറി ക്രൂസിലെ ദൈവകോപാഗ്നിയിൽ ഒരു അകൃത്യാഗമായി അർപ്പിക്കപ്പെട്ട് ആ തീയിൽ അവൻ വെന്തെരിഞ്ഞു. ഒരു ഹോമയാഗം അർപ്പിക്കുമ്പോൾ അർപ്പിക്കുന്ന മൃഗങ്ങളെ തോലുരിച്ച യാഗപീഠത്തിലെ തീയിൽ വെച്ചിട്ട് അത് മുഴുവൻ കത്തി എരിയണം. ആ ദൈവകുഞ്ഞാടിനെ നമുക്ക് വേണ്ടി ആ കോപാഗ്നിയിൽ കാൽവറി കുശുമാകുന്ന യാഗപീഠത്തിൽ വെന്തെരിഞ്ഞ ആ ദൈവകുഞ്ഞാടിനെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയാറില്ലേ? അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന് അവൻ്റെ പുണ്യരക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് തൻ്റെ നീതി നമ്മിലേക്ക് പകർന്നു തന്ന് നമ്മെ വിശുദ്ധരാക്കി പ്രസ്താവിച്ച ദൈവസ്നേഹത്തിൻ്റെ മുമ്പാകെ നാം എത്രമാത്രം സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചാൽ മതിയാകും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സ്വയമയാഗമായി അർപ്പിച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് നാം നമ്മുടെ പാപപരിഹാരമായി എത്ര മൃഗങ്ങളെ, പക്ഷികളെ യാഗം അർപ്പിക്കേണ്ടി വരുമായിരുന്നു. നമ്മുടെ കർത്താവ് കാൽവറിയെക്കുറിച്ച് ദൈവകോപാഗ്നിയിൽ വെന്തെരിഞ്ഞപ്പോൾ അനുഭവിച്ച വേദന നമുക്ക് ആർക്കെങ്കിലും ഊഹിക്കാനൊക്കുമോ? പിതാവ് നമ്മെ സ്നേഹിച്ചപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമാക്കി തീർത്തു കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. ക്രിസ്തു ഒരു പാപിയായിട്ടല്ല ക്രൂശിൽ അർപ്പിക്കപ്പെട്ടത്. സർവ്വലോകത്തിൻ്റെയും പാപം പിതാവ് അവൻ്റെ മേൽ വെച്ച് കൊടുക്കുകയായിരുന്നു. ഒരു ദുഷ്പ്രവൃത്തിക്കാരനെ പോലെ, ഒരു മഹാപാപിയെ പോലെ പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി എന്നാണ് വായിക്കുന്നത്. അവൻ്റെ നീതിയാൽ വിശ്വസിക്കുന്ന നമ്മെ നീതീകരിച്ച് ശുദ്ധീകരിച്ച് മഹത്വീകരിക്കേണ്ടതിന് പിതാവ് തൻ്റെ പുത്രനെ ക്രൂശിൽ കൈവിട്ടു. അപ്പോഴാണ് പുത്രൻ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അലറി കരഞ്ഞപ്പോൾ അതിന് ഉത്തരം ലഭിച്ചില്ല. എന്തുകൊണ്ടാണ് ഉത്തരം ലഭിക്കാഞ്ഞത്? ദൈവം തൻ്റെ പുത്രനെ കൈവിട്ടപ്പോൾ നമ്മെ സ്വീകരിക്കുകയായിരുന്നു. അവൻ്റെ സ്ഥാനത്ത്
നമ്മെ കണ്ടുകൊണ്ട് നമ്മെ അവൻ്റെ നീതി ധരിപ്പിക്കേണ്ടതിനായിട്ട് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ കൈവിട്ടു. ഓഹോ, ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്നത്. ഓഹോ, എത്ര വലിയ വിശ്വാസമാണ് പ്രിയമുള്ളവരെ. ആ കൃപയാലെ വിശ്വാസം മൂലം നമുക്ക് പിതാവ് നമ്മെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് തൻ്റെ ഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിപ്പാനുള്ള അധികാരവും പദവിയും തന്നു. ഈ ദൈവനീതിയുടെ ആഴം മനസ്സിലാക്കിയാണോ നാം ആരാധനയ്ക്കായി കൂടി വന്നിരിക്കുന്നത്? നാം കൊണ്ടുവന്നിരിക്കുന്ന യാഗം ഊനമില്ലാത്തതാകുന്നുവോ? അശുദ്ധി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും അശുദ്ധി നിറഞ്ഞ അധരങ്ങളോടും കൂടെ അർപ്പിക്കുന്ന ഒരു യാഗവും ദൈവത്തിന് സൗരഭ്യവാസന യാഗമാകയില്ല. ആരോടെങ്കിലും പിണക്കം വെച്ചുകൊണ്ടോ കർത്താവെ ക്ഷമിക്കപ്പെടാതെ നമ്മുടെ സ്വന്തം പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാതെ ക്ഷമ പ്രാപിക്കാതെ രഹസ്യഭാവങ്ങൾ ഹൃദയത്തിൽ വെച്ചും കൊണ്ടാണോ നാം ആരാധിക്കാൻ വന്നിരിക്കുന്നത്? സ്വയം പരിശോധിക്കുക. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. അന്യാഗ്നിയും കൊണ്ട് അവൻ്റെ ധൂപം കാട്ടുവാൻ വന്ന അഹ്റോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂമിനും എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. തൽക്ഷണം യഹോവയുടെ കോപാഗ്നിയിൽ അവർ വെന്തെരിഞ്ഞു. അതുപോലെ നാമം പട്ടുപോകാത്തത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ രഹസ്യഭാവങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവകോപാഗ്നിയിൽ നമ്മെ വെന്തെരിയുവാൻ അനുവദിക്കാത്തത് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ അരികിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. കഠിനമായ ശിക്ഷയുണ്ട്. പാപത്തിൻ്റെ ഫലം, അതിന് ശിക്ഷയുണ്ട്. അത് നാം തൽക്കാലം നമുക്ക് ലഭിച്ചില്ലെങ്കിലും നാം സാധാരണ പറയുന്ന പോലെ നമുക്ക് ഒന്നുമില്ല, നാം രക്ഷപ്പെട്ടു എന്നൊന്നും പറയണ്ട. നാം ചെയ്യുന്ന പാപത്തിൻ്റെ ശിക്ഷ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നാം അനുഭവിച്ചേ മതിയാകുകയുള്ളൂ എന്നോർക്കുക. പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ച് ദൈവസന്നിധിയിൽ പണവുമായി വന്ന അനന്യാസിനും സഫീറയ്ക്കും സംഭവിച്ചത് ഓർക്കുക. തൽക്ഷണം ശിക്ഷ ലഭിക്കാത്തത് ദൈവകൃപയാണ് എന്നോർത്തുകൊണ്ട് നാം നമ്മുടെ പാപങ്ങൾ യാതൊരു അനുതാപവും ഇല്ലാതെ അവൻ്റെ സന്നിധിയിൽ വരുന്നത് വളരെ വളരെ അപകടമാകുന്നു. ശിക്ഷ തീർച്ചയായും ലഭിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ ആരാധന ദൈവം ഒരിക്കലും പ്രസാദിക്കുകയുമില്ല എന്നോർക്കുക. ഭയത്തോടും വിറയലോടും കൂടെ ശുദ്ധ മനസാക്ഷിയോടുകൂടെ കൂടി വന്ന് നമ്മുടെ പിതാവിനെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് വേണം. നാം മറ്റുള്ളവരെ പരിശോധിക്കേണ്ട ആവശ്യമില്ല. നമ്മെ തന്നെ പരിശോധിച്ചുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെ ആഖാൻ ചെയ്ത പാപം ഒന്ന് ഓർത്തു നോക്കുക. അവൻ കണ്ടു, മോഹിച്ചു, അത് മോഷ്ടിച്ചെടുത്ത് അവൻ കുഴിച്ചിട്ടു. ദൈവം അത് കണ്ടു. ഇസ്രായേൽ മക്കൾ ആരും അത് കണ്ടില്ല. യോശുവ അത് കണ്ടില്ല. അവരറിഞ്ഞതുപോലുമില്ല. അങ്ങനെ മറയാതെ, ആരും അറിയാതെ, ആരും അറിയയില്ല എന്ന് ഓർത്തുകൊണ്ട് ആഖാൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ എത്ര ഘോരതരമായിരുന്നു. പ്രിയമുള്ളവരെ, അതൊക്കെ തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഗുണീകരണത്തിനാണ്. നമ്മെ തന്നെ പരിശോധിക്കേണ്ടതിനാകുന്നു. നാം കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഞായറാഴ്ച മാത്രമല്ല, ദിനംതോറും നമ്മുടെ കുടുംബം പ്രാർത്ഥനയിലൊക്കെ കൂടിയിരിക്കുമ്പോഴും നാം ഏകരായി നമ്മുടെ അറയിൽ കടന്ന് വാതിലടച്ച് നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഒരു കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയം ശുദ്ധിയില്ലാത്ത ഒരു അധരം, നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും അകത്യങ്ങൾ കരുതിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും നാം സ്തുതിക്കുന്ന ഒരു സ്തോത്രവും നമ്മുടെ പിതാവ് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെ അവൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയങ്ങളോടുകൂടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ഇന്നത്തെ നമ്മുടെ ആരാധന ദൈവം സന്തോഷിക്കുന്ന, സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധനയായിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ഹൃദയങ്ങളെ നമ്മൾ ശുദ്ധീകരിച്ച് അവൻ്റെ പാദത്തിൽ വീണ് അവൻ്റെ പാദങ്ങളെ ചുംബിച്ച് കർത്താവേ, നീ സകല സ്തുതിക്കും സ്തോത്രം യോഗ്യൻ 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 എന്ന് പാടിക്കൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.